പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകുന്നേരത്തിനായി ഞാൻ പിന്നെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ഒരു മനോഹരമായ ഒരു ഗാനം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ പാട്ടിങ്ങനെയാണ്: യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമായി, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ ഗാനം പാടാം. Shut the eye.
സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി പിന്നെയും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നീ ഇല്ലാതെ ഞങ്ങളുടെ ജീവിതം ശൂന്യമാണ് കർത്താവേ, ഹല്ലേലൂയ. നിന്റെ സന്നിധിയിലോട്ട് ഞങ്ങൾ ഓടി വരുന്ന കർത്താവേ, നിന്ന് കേൾക്കുവാൻ ഞങ്ങളേറെ ആകാംക്ഷയോട് വരുന്ന കർത്താവേ. നിന്റെ വചനം ഏതാത്മാവിനാൽ അതെഴുതിയോ അതേ ആത്മാവിന്റെ ശക്തി കർത്താവേ ഇവിടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം നിന്റേതാകുന്ന കർത്താവേ, ഹല്ലേലൂയ. കേൾക്കുന്ന ഓരോരുത്തരും കർത്താവേ നിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനൊരു തണുപ്പായി തീരട്ടെ. ഈ വചനത്തിൽ കൂടുതൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളോട് നീ സംസാരിക്കണമേ. സകല മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ പൊന്നുപിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രൈസ്തവ എഴുത്തുപുര അപ്പർ റൂമിൻ്റെ ഓൺലൈൻ ഫേസ്ബുക്ക് പേജിൽ കൂടുന്ന ഹല്ലേലൂയ നിങ്ങളെല്ലാവരുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം തന്ന ഈ നല്ല സാവകാശത്തിനായി പിന്നെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്ന ഇവിടെ ജോയിൻ ആയ എല്ലാവരെയും, പ്രത്യേക ക്രൈസ്തവ എഴുത്തുപുരയുടെ ഭാരവാഹികൾ, ജനറൽ ട്രഷറർ ആയിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ ബ്ലെസ്സൻ കൂടി ഉണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകാല സിസ്റ്റർ ഷോളി, അപ്പർ റൂമിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സിസ്റ്റർ ഷോളി, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സിസ്റ്റർ വിൽസി, ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തിനെ അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. അല്പനേരം നിങ്ങളുടെ മുമ്പിൽ വചനമായിട്ട് എൻ്റെ ചില ചിന്തകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 വേദവാക്യങ്ങൾ വായിക്കാം. യിശയ്യാ പ്രവചനം 54-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവചനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 19-ാമത്തെ വാക്യങ്ങൾ വരെ. അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയുമില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകുന്നു, നിലങ്ങൾ ആഹാരം വിളിക്കുന്നതുമില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകുന്നു, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുന്നതുമില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പോലെ ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിനായി പിന്നെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 2 വചനങ്ങൾ കൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ദൈവനെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 2 വചനത്തിൽ നിന്ന് ഉള്ള ഈ റിലേഷൻഷിപ്പ് എന്തുവാ, അല്ലെങ്കിൽ ഈ 2 വചനത്തിൻ്റെ ഇടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പിൽ ബന്ധം എന്തുവാന്ന് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ ആദ്യം നമ്മൾ വായിച്ച വാക്യം യിശയ്യാ പ്രവചനം 54-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഒരു ഉടമ്പടി, ഒരു നിയമം. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹബക്കൂക്ക് പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു ഉടമ്പടി, ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഹല്ലേലൂയ. നമ്മളവിടെ കേൾക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനും ദൈവവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഹല്ലേലൂയ ഈ കരാർ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ദൈവം പറയുന്നു, എൻ്റെ ദയ, എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നിന്നെ വിട്ടുപിരിയുകയില്ല. ചുറ്റും എത്ര ഹല്ലേലൂയ പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളാകട്ടെ, കുന്നുകൾ മാറിപ്പോകട്ടെ, ഹല്ലേലൂയ, എന്തുമായി തീരട്ടെ, ഹല്ലേലൂയ, എൻ്റെ ദയയും എൻ്റെ സമാധാനത്തിൻ്റെ നിയമവും നിന്നെ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. അന്നൊരു വ്യക്തി ഹബക്കൂക്ക് പ്രവചനത്തിൽ ഹബക്കൂക്ക് പറയാണ്, ദൈവമേ, എങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു ഒരു അവസരമില്ലെങ്കിലും, എൻ്റെ ചുറ്റും നിരാശയാണെങ്കിലും, ഹല്ലേലൂയ, നാളെ എന്തായി തീരുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ലെങ്കിലും, ദൈവമേ, എങ്കിലും ഹല്ലേലൂയ ഞാൻ ആനന്ദിക്കും, എൻ്റെ രക്ഷയായ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ നിയമം ദയയും സമാധാനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ. ഹല്ലേലൂയ. അതെന്തുമാണ്? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ സങ്കീർത്തനം 25:6 പറയുന്നത് അവൻ്റെ ദയ പണ്ടേ ഉള്ളതാണ്. യാക്കോബ് 5:11 പറയുന്നത് മഹാകരുണയും മനസ്സലിയുമുള്ള ദയാലുവായ ദൈവം. എബ്രായർ 2:17 പറയുന്നത് അവൻ കരുണയുള്ളവനും ദൈവകാരുണ്യത്താൽ വിശ്വസ്ത മഹാപുരോഹിതൻ. ഹല്ലേലൂയ. കരുണയിലും വിശ്വസ്തനായ ദൈവം. മീഖാ പ്രവചനം 7:18 പറയുന്നത് ദയ കാണിക്കുവാൻ പ്രസാദിക്കുന്ന ദൈവം. ഇതുപോലൊരു ദൈവം വേറെ ഇല്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 69:16 പറയുന്നത് അവൻ്റെ ദയ നല്ലതല്ലോ. ഹല്ലേലൂയ. ആമേൻ. ക്ഷമിക്കുവാൻ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയ കുറവുകൾ, ഹല്ലേലൂയ, ആമേൻ, നിത്യ നരകത്തിന് യോഗ്യരായ നമ്മളെ, ഹല്ലേലൂയ, ഒരു യോഗ്യതയില്ലെങ്കിലും ദൈവം നമ്മളെ ക്ഷമിച്ചുവല്ലോ. അതിനെയാണ് ദയ പറയുന്നത്. ആ ദയ എന്ന് പറയുന്നത് നെപ്പോളിയൻ രാജാവിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, ഒരു കുറ്റവാളിയുടെ മകള് ഇങ്ങനെ വന്ന് പറഞ്ഞു, രാജാവേ, ഹല്ലേലൂയ, നിന്റെ നിയമങ്ങൾ തികവുള്ളതാണ്. ആ നിയമം അനുസരിച്ച് എൻ്റെ പിതാവിനെ നീ കുറ്റം വിധിക്കുവാണെങ്കിൽ അതിന് മരണശിക്ഷ തുല്യമാണ്. അല്ലെങ്കിൽ പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കാൻ വന്നത് നിന്റെ ദയക്കാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ. അവിടെ നമ്മൾ ചരിത്രം പറയുന്ന നെപ്പോളിയൻ രാജാവ് അല്ലെങ്കിൽ തൻ്റെ ദയയിൽ ആ കുറ്റവാളിയെ ക്ഷമിക്കുകയും റിലീസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനെയാണ് ദയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത്രയും മഹാദയ. ഹല്ലേലൂയ. ഈ ദയ നമ്മൾ ഒരിക്കലും വിട്ടുമാറുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദയ ലഭിച്ചവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദയ ലഭിച്ചപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തുവാ? നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് മുഖപക്ഷം കാണിക്കാതെ മറ്റുള്ളവരോടും ദയ കാണിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. നമ്മളോട് ചിലപ്പം ചില വ്യക്തി ജീവിതങ്ങൾ, ഹല്ലേലൂയ, ക്ഷമിക്കുവാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളോട് ചെയ്തിട്ടുള്ളത്. അത് സംസാരത്തിലായിരിക്കാം, കൊടുക്കവാങ്ങലായിരിക്കാം, അവരുടെ പെരുമാറ്റത്തിലായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ അവർ നമ്മളോട് ചെയ്തു എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. അതേ അധ്യായത്തിൽ 18-ാമത്തെ യാക്കോബ് 2:18 പറയുന്നത് അതിനൊരു കാരണം പറയുന്നുണ്ട്. കരുണ കാണിക്കാത്തവൻ കരുണയില്ലാതെ ന്യായവിധി ലഭിക്കും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരുണ കാണിക്കാത്തവൻ കരുണയില്ലാതെ ന്യായവിധി ലഭിക്കും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ ഞാൻ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, അവൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ എനിക്ക് നിൽക്കണമെങ്കിൽ അവൻ്റെ ദയ എനിക്ക് വളരെയധികം ആവശ്യമാണ്. ഹല്ലേലൂയ. അന്നത്തെ ദിവസം എനിക്ക് ദയ ലഭിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എന്നോട് കുറ്റം ചെയ്തവരെ, എന്നോട് തെറ്റ് കാണിക്കുന്നവരെ ക്ഷമിക്കണം, ദയ കാണിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ദയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാ 9:10 വായിക്കുന്നത് അവൻ നമ്മളോടൊരു സമാധാനത്തിൻ്റെ നിയമം ഉണ്ടാക്കി. ഹല്ലേലൂയ. ആ സമാധാനം നമ്മൾ ഒരിക്കലും വിട്ടുമാറുകയില്ല. ചരിത്രം പറയുന്നത് യേശുക്രിസ്തു 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് അതിന് മുമ്പിലും അത് കഴിഞ്ഞിട്ടും ഭൂമിയിൽ അനേക യുദ്ധങ്ങളുണ്ടായി. പക്ഷെ യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്ന ആ 33.5 വർഷക്കാലം യാതൊരു യുദ്ധങ്ങളും നടന്നില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. ഇത് പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. യെശയ്യാ പ്രവചനം 9:6 പറയുന്നത് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ആ പ്രഭു, ഹല്ലേലൂയ, ഒരു പുൽക്കൂട്ടിൽ ജനിക്കുവാൻ അവൻ ഇച്ഛിച്ച് ജനിച്ചു എങ്കിലും, ഹല്ലേലൂയ, അവന്റെ മേത്തുള്ള പ്രവചനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് നിവർത്തീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സമാധാനത്തിന്റെ പ്രഭു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ചില ആത്മീയ യുദ്ധങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ആ സമയത്ത് നമുക്ക് ദൈവത്തിന്റെ സമാധാനം നമുക്ക് ആവശ്യമാണ്. ഗിദെയോന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അവന്റെ ജനത്തോട്, ഹല്ലേലൂയ, അമാലേക്യ ശക്തികൾ വന്ന് അവൻ അർഹമായ വിഷയങ്ങൾ അവനിൽ നിന്ന് പിടിച്ചു വലിച്ചു അവന് കിട്ടാതെ ആയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ, ഹല്ലേലൂയ, ഗിദെയോന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞൊരു വാക്യമാണ്, ഹല്ലേലൂയ, യഹോവ ശാലോം, ദൈവത്തിന്റെ സമാധാനം നിനക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ യുദ്ധക്കളത്തിലാണല്ലോ, ദിനംതോറും നമ്മൾ എല്ലാ നിമിഷവും സാധാരണമായിട്ടുള്ള യുദ്ധക്കളത്തിലാണല്ലോ. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മളെ വിട്ടുമാറുകയില്ലെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളതിൽ ഉറയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത് നമ്മുടെ നഷ്ടങ്ങളിൽ പകരുന്ന ദൈവത്തിന്റെ സമാധാനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പാട്ടുകാരനുണ്ട്, ഹൊറേഷ്യോ സ്പെഫോർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയും 4 പെൺപിള്ളാരും, ആമേൻ, ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കപ്പൽ വന്ന് ഈ കപ്പലുമായിട്ട് കൂട്ടിമുട്ടി. ഹല്ലേലൂയ. 4 പെൺപിള്ളാരും മരിച്ചുപോയെന്നാണ്
ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഹൊറേഷ്യസ് സ്പെഫോർഡിന് ഒരു ടെലിഗ്രാം അയച്ചതിൻ്റെ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സേവ്ഡ് അലോൺ, ഞാൻ ഏകയായി രക്ഷപ്പെട്ടു. ഒരു സാധാരണ ഒരു വിഷയമല്ല. 4 മക്കളെ ഒരുമിച്ച് നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ജീവിതത്തിൽ എന്തുമാത്രം നിരാശ വരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ഹൊറേഷ്യസ് സ്പെഫോർഡ് എഴുതിയ ഒരു ഗാനമാണ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഓഹരി, ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഓഹരി എന്തുമാകട്ടെ ദൈവമേ, നീ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, അത് നന്നായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് നന്നായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഈ നഷ്ടം അതെന്തോ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഇതിനോട് ചേർന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊള്ളട്ടെ. 17 വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷം വയസ്സുള്ള എൻ്റെ സഹോദരനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചു പോയത്. ആ സമയത്ത് എൻ്റെ മാതാവ് ഞങ്ങളോട് കടന്നു വന്ന മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ കുടുംബക്കാർക്കൂടെ ഞങ്ങൾ ഒരു പെന്തക്കോസ് പാരമ്പര്യമുള്ളവരല്ല. അല്ലെങ്കിൽ അനേക പലവിധമായ എൻ്റെ മമ്മിയുടെ സൈഡ് കത്തോലിക്കക്കാരും എൻ്റെ പപ്പയുടെ സൈഡ് മർത്തോമക്കാരുമാണ്. ഹല്ലേലൂയ. ഞങ്ങളാണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നത്. അന്ന് മരണത്തിന് ആശ്വാസം പറയുവാനായിട്ട് എല്ലാവരും കടന്നു വന്നപ്പോൾ എൻ്റെ മാതാവ് അവരോട് ഹല്ലേലൂയ സുവിശേഷം പറയുന്നതാണ് ഞാൻ കേട്ടത്. എനിക്കത് വളരെയധികം അത്ഭുതമായിട്ട് തോന്നി. ഹല്ലേലൂയ. എൻ്റെ മാതാവിൻ്റെ ഇത് എങ്ങനെ കഴിയുന്നു? ഹല്ലേലൂയ. അവരെല്ലാവരും പോയപ്പോൾ ഞാൻ മമ്മിയോട് പോയി പറഞ്ഞു, മമ്മി എന്താ എങ്ങനെ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. മമ്മിക്ക് എന്തോ പറ്റി? മമ്മി ഇങ്ങനെ ഇവരോട് ദൈവം നല്ലവനാണെന്നും അവൻ്റെ രക്ഷയെക്കുറിച്ച് മമ്മിക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: മോളെ, എല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന ഒരു സന്ദർഭമായത്. ഇപ്പം ഞാനൊന്നും പറഞ്ഞില്ല, അവർ തിരിച്ചെന്നോടൊന്നും പറയത്തില്ല. ഈ സമയം മോളെ ദൈവത്തിൻ്റെ സുവിശേഷം പറയേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഹല്ലേലൂയ എല്ലാം നന്നായി ചെയ്യുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും ദൈവത്തിന് ഒറ്റൊരു കാര്യമേ ഉള്ളൂ, അഥവാ നിത്യതയ്ക്കുള്ളത് അതൊരു അഡിഷൻ ആയിരിക്കണം. ഹിസ് ഇറ്റേണൽ പേർപ്പസ് ഷുഡ് സ്റ്റാൻഡ്. നിത്യതയെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശം നിറവേറുവാൻ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഭാരങ്ങളിൽ കൂടുതൽ കടന്നു പോകേണ്ടി വരും, ചില യുദ്ധങ്ങളിൽ കൂടുതൽ കടന്നു പോകേണ്ടി വരും. എന്നാലും അവൻ്റെ സമാധാനത്തിൻ്റെ നിയമം നമ്മളെ വിട്ടുമാറുകയില്ല. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ തീയുടെ അനുഭവം ശദ്രക് മേശക് അബേദ്നെഗോയ്ക്ക് ഉണ്ടായിരുന്നു. അത് തീയിൽ കൂടുതൽ ദൈവം അവരെ രക്ഷിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ സ്തേഫാനോസിന് കല്ലേറാണ് കിട്ടിയത്. കല്ലേറിൽ നിന്ന് ദൈവം സ്തേഫാനോസിനെ രക്ഷിക്കുന്ന അല്ലായിരുന്നു ദൈവത്തിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള നിത്യ പ്ലാനിലുള്ള ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ സ്തേഫാനോസിനെ എടുക്കണം എന്നായിരുന്നു. കാരണം അവിടെ ഒരു സാക്ഷ്യമുളവാകണം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവം നഷ്ടങ്ങളിലും ഹല്ലേലൂയ ആമേൻ ആമേൻ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നിന്റെ സമാധാനത്തിന്റെ നിയമം എന്നെ വിട്ടുമാറുകയില്ലെന്നുള്ള ഉറപ്പ് നമുക്ക് ഇന്ന് ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് ഒന്നുകൂടെ ദൈവത്തോട് പറയാം, ദൈവമേ നന്ദി കർത്താവേ, നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. റോമർ 8 പറയുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യവും വരട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നോളം ഹല്ലേലൂയ നമ്മൾ നിയമത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നന്മയ്ക്കായിട്ട് തന്നെ കൂടി വ്യാപരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹബക്കൂക്ക് പ്രവചനത്തിലോട്ട് ഞാൻ വരട്ടെ. അവിടെ ആ വ്യക്തി പറയുന്നത്, ദൈവമേ ഹല്ലേലൂയ, എന്നാലും ഞാൻ ഘോഷിക്കും, എന്നാലും ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ. ഞാൻ ആനന്ദിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു വിഷയമുണ്ട്, നിന്റെ രക്ഷയെക്കുറിച്ച് കർത്താവേ. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണെന്ന് പറ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, ഒരു മനുഷ്യനും നമ്മുടെ മേത്ത് ദയ തോന്നാതിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. പ്രൈസ്. കുഴഞ്ഞ ചേറ്റില് ആമേൻ ആമേൻ ഒരു മനുഷ്യന് നമ്മളെ പൊക്കിയെടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. ദൈവം നമ്മളെ ഏതിൽ നിന്നാണ് രക്ഷിച്ചത്? അവൻ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, ദൈവ കോപത്തിൽ നിന്ന് രക്ഷിച്ചു. അവൻ ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് കണികളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ നിത്യ മരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. നമ്മുടെ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മളെ അവൻ രക്ഷിച്ചു. നിത്യ നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ചു. അവൻ നമ്മളെ ന്യായ പ്രമാണത്തിൽ നിന്ന് രക്ഷിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ രക്ഷയെ ഓർത്താൽ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ഘോഷിച്ചുല്ലസിക്കുവാനല്ലേ കഴിയുള്ളൂ. ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ച സ്നേഹം ഓർക്കുമ്പോൾ ഇവിടെ ഹബക്കൂക്ക് പ്രവചനത്തിൽ പറയുന്നത്, ഞാൻ ഘോഷിച്ചു ഉല്ലസിക്കും. ഹല്ലേലൂയ. അവൻ എന്നെ ഓർത്തത് കൊണ്ട് ആർക്കും ദയ തോന്നാത്തപ്പോൾ അവൻ എന്നെ ഓർത്തെന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ എന്റെ കുടുംബത്തെയും ഹല്ലേലൂയ ആമേൻ ആമേൻ ഈ രക്ഷയിലോട്ട് കൊണ്ടുവന്ന ദൈവത്തിനെ ഞാൻ എങ്ങനെ ഘോഷിച്ചുല്ലസിക്കാതിരിക്കും? ഹല്ലേലൂയ. എങ്ങനെ സ്തുതിക്കാതിരിക്കും? പ്രൈസ് ദ ലോർഡ്. ആമേൻ ആമേൻ. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ
നമ്മുടെ ചുറ്റും ഹല്ലേലൂയ ഒരു വൈറസ് കഴിഞ്ഞ് 2020 നമ്മളതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചു. ആ വാക്സിൻ നമ്മളെല്ലാവരും എടുത്താൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും എന്ന് നമ്മൾ വലിയ പ്രത്യാശയോടെ ഇരുന്നപ്പോഴാണ് 70% കൂടുതൽ ട്രാൻസ്മിഷൻ പവറും റേറ്റും ഉള്ള അടുത്ത വൈറസ് UK ആയെന്ന് നമ്മളത് കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. നാളത്തെ ദിവസം എന്താണെന്നും അതിന് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്നും യാതൊരു രീതിയിലും നമുക്കൊരു ഉറപ്പില്ല. എന്നാലോ ദൈവം ദൈവത്താൽ ഹല്ലേലൂയ രക്ഷയിൽ വന്ന ജനം ഹല്ലേലൂയ അവന്റെ ദയയും അവന്റെ സമാധാനത്തിന്റെ നിയമം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തും. എൻ്റെ ദൈവത്തെ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ ബലം. സങ്കീർത്തനം 27:1 പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ജീവന്റെ ബലമായ ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ശത്രു എത്ര പ്രബലനാകട്ടെ, നമ്മൾ എത്ര നമ്മുടെ നഗ്ന നേത്രങ്ങളും കൂടി കാണാൻ പറ്റാത്ത രീതിയിലാണ് ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വൈറസ് ത്രൂ, അത് എത്ര പ്രബലമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ദയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾക്ക് പേടിക്കുവാൻ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 27:4 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും തന്നെ. ചുറ്റും എന്താകട്ടെ, പർവ്വതങ്ങൾ മാറിപ്പോട്ടെ, കുന്നുകൾ നീങ്ങിപ്പോകട്ടെ, അവന്റെ ദയ അവന്റെ സമാധാനത്തിന് നിയമമുള്ള വ്യക്തി അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. അവന്റെ മന്ദിരത്തിൽ അവന്റെ മനോഹരത്തിനെ കുറിച്ച് ധ്യാനിക്കുക. അല്ലെ, അപ്പൊ നമുക്ക് ഒരു ടെൻഷനും വരത്തില്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ഭാവിയുണ്ട്. അവന്റെ നിത്യ ഇറ്റേണൽ പേർപ്പസ് എന്താണോ അത് നിവർത്തീകരിക്കേണ്ടത്, അത് ദൈവത്തിന്റെ ഒരു വലിയ ഒരു ചുമതലയായതുകൊണ്ട് അതിൽ നമ്മളൊരു ഭാരവാഹി, അതിൽ നമ്മളും ഒന്ന് യോജിച്ചുകൊണ്ട് അല്ലെ ദൈവമേ എന്തുവായാലും കർത്താവ് നിന്നെ ഞാൻ സ്തുതിക്കും, നിന്നെ ഞാൻ ഘോഷിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. ഹല്ലേലൂയ. ഗിരികളിൽ ഹല്ലേലൂയ ഓടുവാൻ തക്കവണ്ണം ആമേൻ ഒരു പേടമാൻ കാലിനെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ ശക്തി ഈ പേടമാൻ കാലിന് ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുപോലത്തെ ശക്തി ദൈവം നമ്മൾക്ക് തരും കേട്ടോ. ഈ പേടമാൻ ഇനി ഒരു പ്രത്യേകതയുണ്ട്. അവൻ ദാഹിക്കുമ്പോൾ അവൻ ഓടിച്ചെല്ലുന്ന ഒരു നീറുറവയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിലോട്ട് നമ്മുടെ ജീവിതത്തിലും ആമേൻ നമ്മൾക്ക് ദാഹിക്കുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മൾക്ക് സഹിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ ഓടിച്ചെല്ലുവാൻ ഹല്ലേലൂയ, ആശ്വാസം പ്രാപിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഒരു നീറുറവ നമ്മുടെ യേശു ക്രിസ്തു ഹല്ലേലൂയ നമുക്കുണ്ട്. ലോകം മുഴുവനും ക്രിസ്മസ് ആണ് നാളെ ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആഘോഷത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം സത്യമാണ്, എല്ലാവരും വിശ്വസിക്കുന്നല്ലോ യേശു ക്രിസ്തു ഉണ്ടെന്ന്, ഇങ്ങനെ ജനിച്ചെന്ന്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഹല്ലേലൂയ, ഈ രക്ഷയുടെ അനുഭവം നീ എനിക്ക് തന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തോട്ട് ഇതെത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ഉടമ്പടി ഹല്ലേലൂയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവന്റെ ദയയും അവന്റെ സമാധാനം നമ്മളെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് ദൈവമേ ഞാൻ നിന്നെ എന്ത് നഷ്ടം വന്നാലും എങ്കിലും ഞാൻ നിന്നെ ഘോഷിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ രക്ഷയായ ദൈവമേ, എൻ്റെ ബലമായ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ വാഴ്ത്തും. ഹല്ലേലൂയ. നമുക്ക് പാടാം. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു ഭവനത്തിലോട്ട് കയറുമ്പോൾ ഒരു റെന്റഡ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ. ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിന് മുമ്പേ ഒരു കരാർ ഹല്ലേലൂയ ഞാൻ ഉണ്ടാക്കി. ആമേൻ. അതിൻ്റെ അകത്ത് ലാൻഡ് ലോർഡിന് ചില ചുമതലകളുണ്ട്, എനിക്ക് ചില ചുമതലകളുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചുമതലയിൽ നിന്ന് തെറ്റിക്കളഞ്ഞാൽ ആമേൻ ലാൻഡ് ലോർഡിന് അതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ നിയമം എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാണെങ്കിൽ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് ചെയ്ത നിയമങ്ങളെ ഞാൻ മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. 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 ഈ ഒരു ഉടമ്പടി ഹല്ലേലൂയ നിത്യത വരെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കും നിത്യത വരെ ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആമേൻ. നമ്മളും ഈ ഉടമ്പടിയിൽ നിത്യത വരെ വിശ്വസ്തതയായിട്ട് കർത്താവെ നിന്നെ സേവിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ നിന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ നല്ല സുന്ദരമായ ഒരു ഗാനമുണ്ടല്ലോ, നഷ്ടങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കിതൊന്നും സാരമില്ല കർത്താവെ, നിന്നെ ഞാൻ സ്തുതിക്കും. എൻ്റെ ജീവന്റെ ബലമായ ദൈവമേ നിന്നെ ഞാൻ പുകഴ്ത്തും, നിന്നിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കതൊരു സാക്ഷ്യമായി തീരട്ടെ. ഹല്ലേലൂയ.
ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവമേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ ദയ, നിന്റെ സമാധാനത്തിന്റെ നിയമം, നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കർത്താവേ ഹല്ലേലൂയ നിന്റെ കരങ്ങളിലോട്ട് കർത്താവ് എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഈ ജീവിതത്തിൽ കർത്താവെ വിശ്വാസ ഓട്ടക്കളത്തിൽ കർത്താവെ വിശ്വസ്തയോടെ ആയിരിക്കാനും നീ എന്നെ സഹായിക്കണമേ. നീ എന്നോട് പറഞ്ഞ ഈ നിയമം അത് നിൽക്കണമെങ്കിൽ കർത്താവ് എനിക്കുള്ള ചുമതലകൾ നിന്നോട് നിന്റെ വചനം ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ നിന്റെ നിയമങ്ങളെ ആമേൻ അതനുസരിക്കുവാനുള്ള കൃപ എനിക്ക് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ പിശാചിനോട് ജയിക്കണമെങ്കിൽ കർത്താവെ എനിക്കിത് ആവശ്യമാണല്ലോ. നിന്റെ സ്തുതി കർത്താവെ ഹല്ലേലൂയ ആമേൻ ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഒരു സുന്ദരമായ ഗാനമുണ്ട്. ഹല്ലേലൂയ ദൈവമേ വിശ്വസ്തനാക്കി തീർക്കാം, ഓട്ടം ഓടേണ്ടതുണ്ട്. ഹല്ലേലൂയ ആമേൻ ജയം നേടേണ്ടതുണ്ട്. ഹല്ലേലൂയ ഓരോ നിമിഷവും കർത്താവ് നിന്റെ കൃപയാൽ നീ നിറയ്ക്കണമേ. ഹല്ലേലൂയ എന്നുള്ള ഈ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ഇന്നത്തെ നമുക്ക് ഈ ടൈമിൽ നമുക്ക് അവസാനിപ്പിക്കാം. Oh
ലോർഡ്. ഹല്ലേലൂയ. ഓട്ടമോടേണ്ടതുണ്ട് കർത്താവേ. ഈ ഓട്ടത്തിൽ പരാജയപ്പെടാതെ ഹല്ലേലൂയ ആമേൻ ജയിക്കേണ്ട ഒരു ഓട്ടമുണ്ടെങ്കിൽ ദൈവമേ നിന്റെ കൃപ ഓരോ നിമിഷം കർത്താവെ വേണം. കർത്താവെ നിന്റെ നിയമം ഞങ്ങളോടുള്ളത്, നിന്റെ ദയ, നിന്റെ സമാധാനം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കട്ടെ കർത്താവെ. ആമേൻ. ചുറ്റും എത്ര നിരാശയുണ്ടെങ്കിലും കർത്താവ് ഞങ്ങളുടെ ഹൃദയം ഉറക്കട്ടെ. എങ്കിലും ഹല്ലേലൂയ എങ്കിലും എൻ്റെ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കും. എൻ്റെ ബലമായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവെ വചനം കേട്ട ഓരോരുത്തരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ നീ ഞങ്ങളോട് കൃത്യമായിട്ട് സംസാരിച്ചതിനാൽ തന്നെ സ്തുതിക്കുന്നു കർത്താവെ. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നേരിടുന്ന ഞങ്ങളുടെ നഷ്ടങ്ങളിൽ, കർത്താവ് ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ യുദ്ധങ്ങളിൽ കർത്താവെ എല്ലാത്തിലും കർത്താവ് നിന്റെ സമാധാനം, നിന്റെ ദയ ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. നീ ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ. സകല മഹത്വം കർത്താവെ നിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിൻ. സകല മഹത്വം അംഗീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ താഴെ അഭിഷേകിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു അവസരം നൽകി തന്ന എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകാല ക്രൈസ്തവ എഴുത്തുപുര അപ്പറും ഭാരവാഹികളോട് എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ആമൻ. അങ്ങനെ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടുന്ന അനേകർക്ക് ഹല്ലേലൂയ ആമൻ അവരുടെ എൻകറേജിങ് വചനം അവരുടെ ജീവിതത്തിലൂടെ തണുപ്പായിട്ട് ഹല്ലേലൂയ ആമേൻ ആമൻ അവരുടെ ജീവിതത്തിലൂടെ എൻകറേജ്മെൻ്റ് ആയിട്ട് ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.